Dear students, today we are going to discuss another important act, that is Foreign Trade Development and Regulation Act 1992, FTD&R Act. ആ ആക്ടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ഇൻ ഡീറ്റെയിൽ. Foreign Trade Development and Regulation Act 1992, FTD&R Act. So this act, Foreign Trade Development and Regulation Act of 1992, was established on 7th of August in the year 1992. So the entire foreign policy of India is governed and regulated by the Foreign Trade Development and Regulation Act of 1992. So that the act came into existence as a replacement to the Import and Export Control Act of 1947. So നോക്കിക്കേ 1992 ഈ ആക്ട് എനാക്ട് ചെയ്തിട്ടുള്ളത്. ഓഗസ്റ്റ് 7 ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അപ്പോൾ ഈ ഇയറിന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 1990-92 കാലഘട്ടങ്ങളിലാണ് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലിബറലൈസ്ഡ് പോളിസി നയങ്ങൾ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ട് ആയിരുന്നു ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കൺട്രോൾ ആക്ട് 1947. So that act is not cope with the present scenario of economic liberalization of India. This is why the act is replaced by another act called Foreign Trade Development and Regulation Act of 1992. So today, the entire scenario of export and import in India is regulated and managed by Foreign Trade Development and Regulation Act of 1992. അപ്പോൾ 1992 ഇറക്കിയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക പാസ്സാക്കിയിട്ടുള്ള ഈ പറഞ്ഞ ഫോറിൻ ട്രേഡ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആക്ടാണ് ഇപ്പം നമ്മുടെ ഇറക്കുമതി കയറ്റുമതിയെ പൂർണ്ണമായും റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. സോ ദിസ് ആക്ട് ഹാസ് എലിമിനേറ്റഡ് ഓൾ ദി എക്സിസ്റ്റിംഗ് nuance of previously introduced act and has given the government of India some of the enormous power to control it. So ഞാൻ നേരത്തെ പറഞ്ഞു 1947 ഉണ്ടായിരുന്ന ഇമ്പോർട്ട് എക്സ്പോർട്ട് കൺട്രോൾ ആക്ട് അബോളിഷ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഫോറിൻ ട്രേഡ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് എനാക്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ആക്ട് പഴയ ഈ പറഞ്ഞ 1947 ആക്ടിലുള്ള പല ന്യൂനതകളെയും പരിഹരിക്കുകയും അതേപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു പരമാധികാരം എന്നുള്ള ഒരു സുപ്രീം പവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ ഒരു പവർ നൽകിക്കൊണ്ടാണ് ഈ ഒരു ആക്ട് എനാക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. So this act is considered to be supreme legislation in accomplishment of foreign trade taking place in the country. സോ ഒരു സുപ്രീം ഒരു പരമപ്രധാനമായിട്ടുള്ള ഒരു നിയമമായിട്ട്, അതായത് ഇമ്പോർട്ട് ഏറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നയങ്ങളും അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകളും വ്യാപാരങ്ങൾ തമ്മിലുള്ള നിബന്ധനകളും എല്ലാം തന്നെ ഒരു സുപ്രീം ആയിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ ആയിട്ടാണ് ഈ പറഞ്ഞ ആക്ടിനെ കൺസിഡർ ചെയ്യുന്നത്. The act has been incorporated with a major intention to provide a proper framework as to the development as well as standardization of the foreign trade by the way of facilitating imports and enhancing the export in the country and all other matters related to the same. So ഇവിടെ നോക്കിക്കേ, ഈ ഒരു ആക്ട് എനാക്ട് ചെയ്തതിന്റെ ഇന്റൻഷൻ ബിഹൈൻഡ് ദ സ്ക്രീൻ is to provide a proper framework of Indian export and import area. Import and export ഏരിയയിൽ ഇന്ത്യക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ആക്ടിന്റെ ഒരു പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ ഒരു നിലവാരം, ഉന്നതമായിട്ടുള്ള ഒരു നിലവാരം, സ്റ്റാൻഡേർഡൈസേഷൻ, അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയറിലും അതേപോലെ ആക്ടിവിറ്റീസിലും ഒരു സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഈ ഒരു ആക്ടിന് ഉണ്ട് എന്നുള്ളതാണ്. Now let us see some of the important features of foreign trade
Development Regulation Act of 1992. സോ ഈ ഒരു ആക്ടിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ദ ഫോളോയിങ് ആർ കൺസിഡേർഡ് ടു ബി ദ ഫീച്ചേഴ്സ് ഓഫ് ദ ആക്ട്. ആൻഡ് the important one, the act has empowered the central government to make provisions for the development as well as regulation of foreign trade. It means that this act empowers the central government and gives supreme power to control the entire activities of import and export. അപ്പം കയറ്റുമതി ഇറക്കുമതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവസാന വാക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥ സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ആൻഡ് ദിസ് ആക്ട് ഓതറൈസ് ദ ഗവൺമെന്റ് ടു ഫോർമുലേറ്റ് ആസ് വെൽ ആസ് അനൗൺസ് ദ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പോളിസി ആൻഡ് ടു ഓൾസോ കീപ് അമെൻഡിങ് ദ സെയിം ഓൺ എ ടൈംലി ബേസിസ്. അപ്പം കയറ്റുമതി ഇറക്കുമതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോളിസി മേക്കിംഗ് സെൻട്രൽ ഗവൺമെന്റിന് അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ആക്ട്. അത് സമയാസമയങ്ങളിൽ എന്താ പറയുക, ആ എക്കണോമിക് കണ്ടീഷനോ അല്ലെങ്കിൽ ആ രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റാനും ഈ പറഞ്ഞ ആക്ട് അധികാരം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ഫോറിൻ ട്രേഡ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട്. And another important one, the government has also been given a wide power to prohibit, restrict and regulate the exports and imports in general as well as specified cases of foreign trade. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സെൻട്രൽ ഗവൺമെന്റിന് ഒരു സുപ്രീം പവറാണ് ഇമ്പോർട്ട് എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ഫോറിൻ ട്രേഡ് ഡെവലപ്മെന്റ് ആക്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റിന് ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള കയറ്റുമതി നിരോധിക്കാനോ അല്ലെങ്കിൽ ഇറക്കുമതി നിരോധിക്കാനോ അല്ലെങ്കിൽ അതിൽ മതിയായിട്ടുള്ള എന്താ പറയുക റെഗുലേഷൻസ് വ്യതിയാനങ്ങൾ വരുത്താനോ അതും അല്ലെങ്കിൽ ചില പ്രത്യേക കേസിന് അത് വേണ്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനം ഇമ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യേണ്ട കയറ്റുമതി ചെയ്യേണ്ട എന്നുള്ളൊരു സുപ്രീം പവർ ഈ പറഞ്ഞ ആക്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് ഫീച്ചർ. ആൻഡ് ദ ആക്ട് ഓൾസോ പ്രൊവൈഡ്സ് ഫോർ സെർട്ടൻ അപ്പോയിന്റ്മെന്റ്സ് എസ്പെഷ്യലി ദ ഡയറക്ടർ ജനറൽ ടു അഡ്വൈസ് ദ സെൻട്രൽ ഗവൺമെന്റ് ഇൻ ഫോർമുലേറ്റിംഗ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് പോളിസി ആൻഡ് ടു ഇംപ്ലിമെന്റ് ദ സെയിം. അതേപോലെ തന്നെ ഡയറക്ടർ ജനറൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ സെൻട്രൽ ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി ഡയറക്ടർ ജനറൽ ഈ പറഞ്ഞ ആക്ടിലൂടെ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. And the basic function of the Director General give advice to the central government in formulating import and export policy and to implement the same. അതായത് വിദേശകാര്യമായിട്ടുള്ള അതായത് ഇമ്പോർട്ട് കയറ്റുമതി ഇറക്കുമതിയായിട്ട് ബന്ധപ്പെട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിനെ ഉപദേശിക്കുക അല്ലെങ്കിൽ ഗവൺമെന്റിനെ സഹായിക്കുക, അതിനു വേണ്ടിയിട്ട് ഈ ഒരു ആക്ട് പ്രകാരം ഒരു ഡയറക്ടർ ജനറലിനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. And another important one, the act commands every importer as well as the exporter to obtain a code number called importer exporter code number IEC എന്നാ പറയാ from the director general or the authorized officer. അതായത് in order to control the exporters and importers, every importer and exporter must obtain a code number, an identical code number, IEC code. IEC code എന്നാണ് അതിന് പറയാ. അത് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ എന്നാ പറയാ. അത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് രജിസ്ട്രേഷൻ ഓർ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഈ ഇങ്ങനെ ഒരു കോഡ് കൊടുക്കുന്ന ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുക, അവർക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഗവൺമെന്റിന്റെ പരിധിയിലേക്ക് എത്തിക്കുകയും ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്യുകയും ക്ലിയർ കട്ടായിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമൊക്കെയാണ് ഈ ഒരു കോഡ് നമ്പർ കൊടുക്കുന്നതോടുകൂടി സംഭവിക്കുന്നത്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞത്. And another important feature, the act provides the balancing of all the budgetary targets in terms of imports and exports so that the nation reaches the very peak of economic development. So ഈ ആക്ട് ഒരു ബാലൻസിങ് ഓഫ് ഓൾ ദി ബഡ്ജറ്ററി ടാർജറ്റ് complete ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും,
അത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സെൻട്രൽ ഗവൺമെന്റിന് പവർ കൊടുക്കുന്നതുകൊണ്ട് ദേ ആർ ഗിവിംഗ് certain kinds of directions or issue directives in order to fulfill the targeted objectives which is laid down in budgets. അപ്പൊ അതുകൊണ്ട് തന്നെ എക്കണോമിക് ഡെവലപ്മെന്റിനെ ഇത് എന്താ നല്ലപോലെ ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് the principal objective here include the facilitation of sustainable growth as to exports of the country, the distribution of quality goods and services to domestic consumers at internationally competitive price. മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സൈലന്റ് ഫീച്ചേഴ്സ് ഒക്കെ പറയുന്നത് എന്താ പറയാ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്ത്, സസ്റ്റൈനബിൾ ഗ്രോത്ത് ആസ് ടു ദി എക്സ്പോർട്ട് ഓഫ് ദി കൺട്രി. എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ, അതായത് കയറ്റുമതി അയക്കുന്ന രാജ്യം എന്ന നിലയിൽ എന്താ പറയാ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത്. ദെൻ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂഷൻ, ക്വാളിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ഗുണനിലവാരമുള്ള എന്താ പറയുക സാധനങ്ങൾ സേവനങ്ങൾ വിൽക്കുക, അത് ഇന്റർനാഷണലി കോമ്പറ്റീറ്റീവിലേക്ക് എത്തിക്കുക. ഇതൊക്കെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്നൊക്കെ പറയുന്നത്. ആൻഡ് finally, stimulation of sustained economic growth by providing access to essential raw materials as well as enhancements of technological strength and efficiency of Indian agriculture, industry, services, etc. to meet all kinds of requirements of the global market. അതായത് ഇന്ത്യൻ എക്കോണമിയിൽ ഒരു സസ്റ്റൈനബിൾ എക്കണോമി in order to get a sustainable ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള കമ്മോഡിറ്റികൾ, അത് ടെക്നോളജി ആയാലും ശരി, എഫിഷ്യൻസി ആയാലും ശരി, നല്ല ടെക്നിക്കൽ നോ ആയാലും ശരി, അത് ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് എത്രത്തോളം അവൈൽ ചെയ്യാൻ പറ്റും, അത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ എസ്പെഷ്യലി അഗ്രികൾച്ചർ ഇൻഡസ്ട്രി അതിലേക്ക് എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് തന്നെ ഈ ഒരു ആക്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. So these are the important points or features that is connected with the Foreign Trade Development and Regulation Act of 1992. So that's all for the class of today. Have a nice day. Stay home. Stay safe. Bye.